ആദ്യം കെ പി നൗഷാദ് അലി, ഇന്ന് UDF വടകരയെ സംബന്ധിച്ചാണ് ഏറ്റവും കൂടുതൽ നേരം നിങ്ങളുടെ പ്രധാനപ്പെട്ട യോഗത്തിന് ശേഷം വിശദീകരിച്ചത്. എന്തുകൊണ്ടാണത്? കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ്, ചർച്ചയ്ക്ക് ഗുണകരമാവുമെങ്കിൽ ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് ശ്രീ റഹീം പറഞ്ഞ ചില പോയിന്റുകൾ ഞാൻ പറയാം. കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ വിഷമാണ് ഷാഫി പറമ്പിൽ എന്ന് അദ്ദേഹം പറയുന്നു. എന്ന് മാത്രമല്ല, രാഷ്ട്രീയ കുമ്പിടിയാണ്, തുറന്നു കാട്ടേണ്ടവരെ തുറന്നു കാട്ടുക തന്നെ വേണം, അല്ലെങ്കിൽ അത് രാഷ്ട്രീയ പ്രവർത്തനത്തിന് ദോഷകരമായി ഭവിക്കുമെന്നുമാണ്. മുമ്പ് മുല്ലപ്പള്ളി രാമചന്ദ്രനും കെ മുരളീധരനും മത്സരിച്ചപ്പോൾ ഇതുപോലെ ഡിവൈഎഫ്ഐക്ക് യൂത്ത് അലർട്ട് നടത്തേണ്ടി വന്നില്ല, വർഗീയ വിരുദ്ധ പ്രചരണം നടത്തേണ്ടി വന്നില്ല. നികേഷ്, ഇവിടെ CPM എന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇന്നേ ദിവസത്തിന് 12 വർഷം മുമ്പ് TP ചന്ദ്രശേഖരനെ കൊല്ലാൻ പറഞ്ഞയച്ച വണ്ടിയിൽ മാഷാ അല്ലാ എന്ന സ്റ്റിക്കർ ഒട്ടിച്ചു വെച്ചൊരു പാർട്ടിയാണത്. തലശ്ശേരിയിലെ NDF-കാരനായ ഫസലിനെ കൊന്നപ്പോൾ ചോരപുരണ്ട തൂവാല കൊണ്ടുപോയി ക്ഷേത്രത്തിനകത്ത് പ്രതിഷ്ഠിച്ചൊരു പാർട്ടിയാണ് CPM. വടകരയിലെ മേമുണ്ടയിലെ മോദിയുടെ ഫ്ലക്സ് അടിച്ചു തകർത്ത് അതിൻ്റെ അവശിഷ്ടങ്ങൾ കൊണ്ടുപോയി മദ്രസയിൽ നിക്ഷേപിച്ച ആളുകളാണ് CPM-കാര്. അവർ ഇത്തരത്തിൽ രാഷ്ട്രീയ നേട്ടത്തിന്, തെരഞ്ഞെടുപ്പ് വിജയത്തിന് ഏത് മ്ലേച്ഛ പ്രവൃത്തിയും ചെയ്യുമെന്ന് തെളിയിച്ച അധമന്മാരുടെ സംഘമാണ് അവരിവിടെ. ഷാഫി പറമ്പിൽ വടകരയിൽ എത്തിയപ്പോൾ ആദ്യം അവർ പറഞ്ഞത് അദ്ദേഹത്തിന് മുസ്ലിം വിഷയത്തിലോ ന്യൂനപക്ഷ വിഷയത്തിലോ ഒന്നും നിലപാടില്ലാത്ത ആൾ എന്നായിരുന്നു. പിന്നീട് ജഗന്നാഥ ടെമ്പിളിന്റെ മുമ്പിൽ അദ്ദേഹം നിൽക്കുന്ന ഫോട്ടോ കാണിച്ചിട്ട് അദ്ദേഹം മുനാഫിക്കാണ്, കപട വിശ്വാസിയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ മുസ്ലിം ന്യൂനപക്ഷത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങളൊന്നും വിലപ്പോകുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ വളരെ കൃത്യമായിട്ട് അവർക്ക് ആ ഏരിയയിൽ, പ്രദേശങ്ങളിൽ കൃത്യമായി പതിറ്റാണ്ടുകളായിട്ട് അവർക്ക് ചെയ്തു പരിചയിച്ച് പോന്ന ശീലമുള്ള ഈ പറഞ്ഞ വർഗീയ ധ്രുവീകരണത്തിന് അവർ അത് രംഗഭൂമിയാക്കുകയായിരുന്നു. നിങ്ങൾ നോക്കൂ, ഷാഫി പറമ്പിലോ അദ്ദേഹവുമായി ആളുകളോ ഈ പറഞ്ഞ ശൈലജയ്ക്കെതിരായിട്ട് ഈ കാഫിർ എന്ന പ്രയോഗമോ എന്തെങ്കിലും ആരോപണമൊക്കെ ആയിട്ട് മുമ്പോട്ട് വരുന്ന ഒരു ഓൺലൈൻ അല്ലെങ്കിൽ സൈബർ ഇടപെടൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി കണ്ടുപിടിച്ചതിൻ്റെ തായ്വേര് അനാവൃതമാക്കാനുള്ള പോലീസ് സന്നാഹം, ശേഷി ഈ കേരളത്തിലുണ്ട്. എന്തുകൊണ്ട് അവർ വളരെ കൃത്യമായിട്ട് അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവർ മുന്നോട്ട് വരുന്നില്ല? ഇവിടെ ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ ഈ പറഞ്ഞ മുസ്ലിം ലീഗിൻ്റെ പ്രാദേശിക കമ്മിറ്റി അവിടെ 10 ലക്ഷം രൂപയാണ് ഇനാമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അവരാണ് ഇത്തരത്തിൽ ചെയ്തത് എന്ന് പോലീസിന് തെളിയിക്കാൻ പറ്റുമെങ്കിൽ 10 ലക്ഷം തരാമെന്ന് അവരൊക്കെ പറഞ്ഞത്. ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് ചേർന്ന് പോവുകയല്ല, ആ വാദം അങ്ങനെ വല്ലാതെ പ്രബലപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. ഇവിടെ പോലീസ് കയ്യിലുള്ള പാർട്ടിയാണ്, അന്വേഷിക്കാം, കണ്ടെത്താം, പരസ്യമാക്കാം, അങ്ങനെ ഈ പറഞ്ഞ ആളുകളെ ഒറ്റപ്പെടുത്താം. അത് UDF ആണെങ്കിൽ അവർക്ക് വലിയ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാം. അതൊക്കെ ചെയ്യുന്നതിന് പകരം ഇവർ ഈ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നത് അത് തീർച്ചയായിട്ടും ആത്യന്തികമായിട്ട് സംഘപരിവാറിനും BJP-ക്കുമാണ് ഗുണം ചെയ്യുക എന്ന് അറിയാവുന്നവർക്കൊക്കെ അറിയാം. ചെറിയ ക്ഷണിക നേട്ടങ്ങൾ ഉണ്ടാവുമെന്ന് കരുതി CPM ചെയ്യുന്ന ഈ പ്രവൃത്തി CPM പ്രതിനിധി ചർച്ചയിൽ വരുന്നതേ ഉള്ളൂ. ഞാൻ CPM പ്രതിനിധിയുടെ മറുപടി എടുക്കാം. അതിന്